ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. അമ്മാ ഒന്ന് നിക്കണമ്മ. ഒന്ന് നിൽക്കുന്നുണ്ടോ? നീയാണോ? അതെ, ഞാനാണ്. எதுக்குடா இங்க வந்த? ஏன்டா என்ன டென்ஷன் பண்ற? எங்க பார்த்தாலும் நீ. I am Harindran from Singapore. ഏയ് ഒരു മിനിറ്റ്. ഇനി ഹരീന്ദ്ര സാർ ഇരിക്കുക. A few moments later. ഇപ്പോൾ വൈറലായി കൊണ്ടിരിക്കുകയാണ് ഒരു വീഡിയോ. ഐശ്വര്യലക്ഷ്മി എനിക്ക് കൈ തന്നില്ല. ഞാൻ ഇതുവരെ ആരോടും പറയാത്തൊരു രഹസ്യമുണ്ട്. കേരളം അറിയാത്ത രഹസ്യം, ഇന്ത്യ അറിയാത്ത രഹസ്യം. ഇനി ഞാനത് മറച്ചു വെക്കുന്നില്ല. അവർ 3 തവണ ഇന്ന് എനിക്ക് തിയേറ്ററിൽ വെച്ച് കൈ തന്നാണ്. അതൊന്നും മീഡിയ കാണിച്ചില്ല. അവന്മാർ അങ്ങനെ പറയുന്ന ആളുകൾ. ഇത് അവർ ബിസി ആയതുകൊണ്ടാണ് അവർക്ക് കൈ തരാതെ പോയത്. അത് മാത്രമാണ് മീഡിയ കാണിക്കുന്നത്. എന്തുകൊണ്ട് മീഡിയ ഇങ്ങനെ കാണിക്കുന്നു? ആളുകൾക്ക് വേണ്ടത് ഇതാണ്. ഒരു വൃത്തികെട്ട പൊറാട്ട നാടകമാണെന്ന് മനസ്സിലാക്കാൻ പോലീസിന്റെ ഇന്റർഗ്യൂഷനോ വക്കീലിന്റെ സ്പെക്യുലേഷനോ വേണ്ട. 4ാം ക്ലാസ്സും ഗുസ്തിയും അല്പ കോമൺ സെൻസും മാത്രം മതി. ഐശ്വര്യ ഒരു ജാടയിലോ ഒന്നുമില്ല. അവർ തിയേറ്ററിൽ വെച്ച് 3 തവണ എന്നോട് മര്യാദയ്ക്ക് സംസാരിക്കുകയും കൈ തരുകയും ചെയ്താണ്. ആണോ? ഭയങ്കര. അത് മാത്രം മീഡിയ കാണിച്ചില്ല. ഇതാണ് മീഡിയയുടെ എത്തിക്സ്. എന്തുകൊണ്ട് മീഡിയയുടെ എത്തിക്സ് ഇങ്ങനെ മോശമായി? ഈ ആളുകൾക്ക് വേണ്ടത് ഇതാണ്. ഇതാണ് ഇവിടുത്തെ വ്യവസ്ഥിതി. വി ആർ ലിവിംഗ് ഇൻ എ വെരി ക്രൂവൽ സൊസൈറ്റി. എനിക്ക് അവരോട് യാതൊരു ദേഷ്യമില്ല. അവർ ഞാൻ ചേട്ടൻ കൈ കൊടുക്കുമ്പോൾ അവർ വളരെ ബിസിയാണ്. അതുകൊണ്ടാണ് അവരങ്ങനെ പോയത്. ഒഴിവാക്കിയതല്ല. എന്റെ പൊന്നടി, എനിക്ക് അറിയാൻ പാടില്ലായിട്ട് ചോദിക്കുക. നീ ഒരു ഒറ്റ ഡയലോഗ് വെച്ച് എത്ര കാലം ഈ ഫീൽഡിൽ പിടിച്ചേക്കും? കുറേ പേര് ആഘോഷിക്കുന്നുണ്ട്. ഐശ്വര്യ മൈൻഡ് ചെയ്തില്ല, ഊമ്പിച്ചു വിട്ടു, ഇങ്ങനെ സത്യാവസ്ഥ അതല്ല. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. 3 തവണ അവരെനിക്ക് കൈ തന്നത് തിയേറ്ററിൽ വെച്ച. അതൊന്നും വൈറലായില്ല. തനിക്ക് ഇതല്ലാതെ വേറെ ഒന്നും പറയാൻ. അവന്റെ അമ്മൂമ്മയുടെ തൊഴുകല്. ഞാൻ പോയി വരട്ടെ മക്കളെ. തുംഗജടാധര ചന്ദ്രകലാധര ശങ്കര ഭഗവാനേ, സങ്കടമീ വിധമെന്തിനു തന്നതു സാംബ സദാശിവനേ.